നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് വലിയൊരു തടസ്സമില്ലാതെ കഴിഞ്ഞ മാസം പോലെ തന്നെ ഈ മാസവും മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം 4-ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പം 3-ൽ നിൽക്കുന്ന വ്യാഴത്തേക്കാൾ കുറച്ചുകൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലമുണ്ടെങ്കിലും 12-ലാണ് ശനി. ഏഴശനിയുടെ ഒരു ദോഷം, അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കുക, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ബാധയിലാണ് രാഹു. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഏറ്റക്കുറച്ചിൽ പോലെയുള്ള കാര്യങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് വർക്കിൽ കുറവുണ്ടാകുക, അങ്ങനെ ഒരു അവസ്ഥ ഈ സമയത്തും കാണുന്നുണ്ട്. അതേപോലെ തന്നെ മാനസികമായിട്ട് സന്തോഷിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥ. 5-ാം ഭാവാധിപതി നിപുണായോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് സൂര്യനോട് യോഗം ചെയ്തിട്ടാണ് 4-ൽ നിൽക്കുന്നത്. അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗമുള്ള സമയമാണ്. അതിൻ്റെ കാരണം 4-ാം ഭാവത്തിൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. നിപുണായോഗം ചെയ്തിട്ട് ആദിത്യനും ബുധനും നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വീട് പണി പോലെയുള്ള കാര്യങ്ങൾ, ഭൂമി വാങ്ങുക, വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങൾ, അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മാനസിക ടെൻഷൻ ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയാണ് ഭരണി നക്ഷത്രക്കാർക്കുള്ളത്. അതുകൊണ്ട് മാനസികമായിട്ട് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ എന്നുള്ള രീതിയിലൊരു സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും കർമ്മസംബന്ധമായിട്ട് ചെയ്യുന്ന തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരിക, ഏറ്റക്കുറച്ചിലുകൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്. കാലിൻ്റെ മുട്ട് മുതൽ താഴോട്ടുള്ള വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, അത് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇവിടെ നിവർത്തി സ്ഥാനാധിപതി ശുക്രൻ ശത്രുസ്ഥാനത്തിൽ നീചത്തിലാണ് പോയി നിൽക്കുന്നത്. അപ്പം ശുക്രന് നീചാവസ്ഥ വരികയും ശനിയുടെ ദൃഷ്ടിയിൽ വരികയും ചെയ്യുന്നത് കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ്, ഒരു സന്യാസയോഗമാണ് ശരിക്കത്. അപ്പോൾ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് കുറവ് വരിക, ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് അലസതയും മാനസിക ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള. അപ്പോൾ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ വ്യാഴപ്പിഴവ് പരിഹാരമായിട്ട്, കാരണം 4-ൽ നിൽക്കുന്ന വ്യാഴം അത്ര ചാരവശാൽ വ്യാഴത്തിന് ഇഷ്ടസ്ഥാനം എന്ന് പറയാൻ വയ്യാത്തതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്ന കർമാധിപതി ആയതുകൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് വിദേശത്തൊക്കെ തൊഴിലെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന സമയമായിട്ട് വേണം കണക്കാനായിട്ട്. കാരണം നിവർത്തി സ്ഥാനാധിപതി കന്യായാം പരദേശം എന്ന് പറയുന്ന യോഗം ചെയ്ത, അപ്പം നമ്മൾക്ക് വേണ്ട നിവർത്തി അല്ലെങ്കിൽ ഗുണം, നമ്മളിലേക്ക് വരേണ്ട നേട്ടങ്ങൾ, അത് പരദേശത്ത് അന്യദേശത്താണ് എന്ന് പറയുന്നൊരു യോഗമാണുള്ളത്. അപ്പോൾ അന്യദേശത്ത് പോയിട്ട് തൊഴിലെടുക്കുക, സ്ഥാനചലനം, വീടുമാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുണം ചെയ്യുന്നൊരു സമയം കൂടിയാണ്. എന്തായാലും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ദാമ്പത്യ സംബന്ധമായിട്ട് അത്ര അനുകൂലമല്ലാത്തൊരവസ്ഥ ഈ ശനിയുടെ ദൃഷ്ടിയിൽ നീചത്തിൽ ബലഹീനനായിട്ട് ശുക്രൻ നിൽക്കുന്നത് കൊണ്ടുണ്ടാകുക. അതേപോലെ തന്നെ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാകുക. സഹായിക്കേണ്ട വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം ചില സമയത്ത് നമുക്ക് അപ്രിയമായിട്ട് തോന്നും. പക്ഷെ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമായിട്ട് കൂടിയാണ് കാണുന്നത്. എന്താണെങ്കിലും കുറച്ച് പരിഹാരങ്ങൾ ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി, അതേപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.